തൃശ്ശൂർ പൂരത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. എല്ലാവരുടെയും കണ്ണുകൾ തൃശ്ശൂരിലേക്കാണ്. കണ്ണുകളെന്ന് പറയുമ്പോൾ തൃശ്ശൂർ പൂരം കാഴ്ചപ്പൂരം കൂടിയാണല്ലോ. കാഴ്ചയെന്ന് പറയുമ്പോൾ ഗജവീരന്മാർ എഴുന്നള്ളിച്ച് വരുന്നതും അതോടൊപ്പം കുടമാറ്റവുമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ മുഖ്യ ആകർഷണങ്ങളിലൊന്ന്. കുടമാറ്റത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് തിരുവമ്പാടി ദേവസ്വം. ഇവിടെ കുടമാറ്റത്തിന് ഉയർത്താനുള്ള കുടകൾ ഓരോന്നായിട്ടിങ്ങനെ അണിഞ്ഞൊരുക്കൊണ്ടിരിക്കുകയാണ്. അവസാന മണിക്കൂറിൽ അതിൻ്റെ മിനുക്കുമണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് മാത്രമല്ല, സർപ്രൈസ് ആയിട്ടുള്ള കുടകളുണ്ട്. അതൊക്കെ രഹസ്യമായിട്ട് തന്നെയാണ് അവർ ഒരുക്കുന്നത്. പൂരത്തിന് കൊടുക്കുന്ന സ്പെഷ്യൽ കുടകളല്ലാത്ത എല്ലാ കുടകളും ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള സ്പെഷ്യൽ കുടകളൊക്കെ അതാത് ദേശത്ത് അതാത് സ്ഥലത്ത് അതിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കുടമാറ്റം തുടങ്ങി എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? നിറത്തിൻ്റെ ഒരു കാര്യം കൂടി ഇതിനകത്തില്ലേ? തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ നമ്മുടെ ദേവസ്വത്തിൻ്റെ കുട എന്ന് പറയുന്നത് 15 ആന എഴുന്നള്ളിക്കുന്നത് റോസ്, അപ്പോൾ കാണുമ്പോൾ അറിയാം, റോസ് കളറുള്ള കുടയാണ് നമ്മുടെ വരുന്നത്. അതിന് മുകളിൽ മകുടം ഉണ്ടാവും. കുടയുടെ വില്ലിൻ്റെ അവിടെ പാമ്പിൻ്റെ ആകൃതിയിലുള്ള രൂപം ഉണ്ടാവും. ദേവസ്വ കുട റോസാണ്. അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് മാറുന്നത് പച്ചക്കുടയാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള കുടകളൊക്കെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് തന്നിട്ടുള്ള സമയം ഏകദേശം 1 മണിക്കൂറാണ്. ആ ഒരു മണിക്കൂറിൽ കയറ്റാൻ പറ്റുന്ന കുടകളൊക്കെ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുടമാറ്റം അവസാനിക്കുന്നു എന്ന് കാണിക്കുന്നതിന് ഒരു നിറമുണ്ടല്ലേ? ദേവസ്വം റോസ് കയറ്റിയിട്ടാണ് കുടമാറ്റം അവസാനിപ്പിക്കുന്നത്. പാറമേക്കാവ് അതുപോലെ തന്നെ അവരുടെ കുട ഞാൻ മനസ്സിലാക്കുന്നത് ചുവപ്പ് കളറാണ്. നമ്മൾ ജനുവരി അവസാനത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ കുടകളുടെ ശീലകളും ഇതെല്ലാം പർച്ചേസ് ചെയ്ത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും നമ്മൾ ബോംബെ, കോയമ്പത്തൂർ, സൂററ്റാണ് പ്രധാനമായിട്ടും നമ്മൾ തുണി വാങ്ങുന്ന സ്ഥലങ്ങൾ. കഴിഞ്ഞ കൊല്ലത്തെ ഉണ്ടാവാൻ പാടില്ല. അതിന് ഒരു 3-4 ദിവസം അതിന് തന്നെ അവിടെ സെലക്ട് ചെയ്ത് ചെലവഴിച്ചിട്ടാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്. എല്ലാ കൊല്ലത്തേക്കാളും കുറച്ചുകൂടി വെറൈറ്റി ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. നല്ല വെറൈറ്റി ചെത്തുകുടകൾ ഉണ്ട്. ഇപ്രാവശ്യത്തെ വെറൈറ്റി കളർ എന്താണെന്ന് പല സാധനം പ്രത്യേകം പറയാൻ പറ്റില്ല. മയിലിൻ്റെ രൂപമാണ്. തന്നെ കളർ ചേഞ്ചാണ്. നമുക്ക് നടുവിലത്തെ കുട വരും. സെയിം ഡിസൈൻ തന്നെയാണ്. നമ്മുടെ നെറ്റിപ്പട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രാവശ്യം പൂരത്തിന് പുതിയ നെറ്റിപ്പട്ടാണ് ചെയ്യുന്നത്. അത് തിരുവമ്പാടി ദേവസ്ഥൻ്റെ ഉള്ള ഒരു ഭക്തൻ്റെ മോനാണത് സമർപ്പിക്കുന്നത്. ഇത് നമ്മുടെ നടുവിൽ നിൽക്കുന്ന തടമ്പായിട്ട് നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന വലത്തെ ഇടത്തെ കൂട്ടത്തിലുള്ള ആനകൾക്ക് കെട്ടുന്ന തലക്കെട്ടാണ്. നടുവിൽ നിൽക്കുന്ന ആനയ്ക്ക് കെട്ടുന്നത് പാലപ്പൂ തലക്കെട്ടാണ്. പാലപ്പൂ തലക്കെട്ട് തന്നെ പാലപ്പൂവിൻ്റെ ആകൃതിയിലായിരിക്കും ഇതിൻ്റെ എണ്ണങ്ങൾ. തിരുവമ്പാടിയിൽ നിന്ന് ആദ്യമായിട്ട് കാലത്തെ എഴുന്നള്ളിപ്പിന് ഇളക്കത്താല് ചൂരപ്പള്ളി തലക്കെട്ടാണ് കെട്ടുന്നത്. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇടത്തും വലത്തും നാഗപടം തലക്കെട്ടാണ് കെട്ടുന്നത്. അത് ആദ്യമായിട്ടാണ് തിരുവമ്പാടിയിൽ നിന്ന് ഇങ്ങനെ ഒരു പുറപ്പാട്. ചരിത്രത്തിൽ തന്നെ ഒരു ഇടം പിടിക്കുന്ന ഒരു ഇതായിട്ട് മാറുകയാണ്. പാമ്പിൻ്റെ ആകൃതിയിലുള്ള വില്ലുകളാണ്. പിന്നെ താമരവില്ല് എന്നാണ് ഇതിന് താമരവില്ല് എന്നാണ് പറയുന്നത്. അപ്പം കണ്ടില്ല, ഇതൊക്കെയാണ് കാഴ്ചകൾ. ഈ കാഴ്ചകൾ കൂടുതൽ മനോഹരമായിട്ട് കാണാൻ പൂരത്തിലേക്ക് എല്ലാവരും വരിക. ആന്റണി കുര്യക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.